ഡിയേഴ്സ്, നമുക്ക് ഇന്ന് ഉള്ളിത്തണ്ട് വെച്ചൊരു തോരൻ വെച്ചാലോ. നല്ല ഫ്രഷ് ഉള്ളിത്തണ്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല പച്ചപ്പ്. അതിൻ്റെ പൂ വരെ നമുക്ക് തോരൻ വെക്കാം. നല്ലതുപോലെ കഴുകി എടുത്ത് വെച്ചേക്കുന്ന ഉള്ളിത്തണ്ട് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഇത് നല്ല വൈറ്റമിനാണ്, ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. പിന്നെന്താണെന്ന് അറിയോ, ഫൈബർ കണ്ടന്റാണ്. ഡയബറ്റിക്കാർക്കൊക്കെ ഹാർട്ട് പേഷ്യൻസിനൊക്കെ വളരെ വളരെ നല്ലതാണ് ഈ ഉള്ളിത്തണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ അരപ്പിലേക്ക് നമുക്ക് നോക്കാം. ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്തു, അരമുറിയുടെ പകുതി തേങ്ങ എടുത്തു. കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ടുണ്ട്. 2 പഴുത്ത പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. പിന്നെ ചെറിയ ഉള്ളി, സവാളയെക്കാളും ചെറിയ ഉള്ളിയാണ് ഇത് നല്ലത്. ഇത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക ചെയ്യാവും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിലൂടെ നമുക്ക് ഇത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് മുട്ട വേണമെങ്കിലും പൊട്ടിച്ചൊഴിച്ച് തോരൻ വെക്കാം. നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഇന്നേ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നില്ല, അല്ലാതെ തന്നെ നമുക്കിത് തോരൻ വയ്ക്കാം. ഓക്കെ, ഇതിനി അരിഞ്ഞുകൊണ്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളിത്തണ്ടെല്ലാം നല്ലതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യുന്നത്, ഒരു പാൻ എടുത്ത് നമുക്ക് ചൂടാക്കി ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു, എന്നിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാമേ. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. ഇനി നമുക്ക് എന്താണ് കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട്. ഈ ഉള്ളിത്തണ്ടിനൊക്കെ വേവ് കുറവാണ്. ആദ്യം നമ്മുടെ ഈ അരപ്പെടുത്ത് ഇങ്ങോട്ട് ഇട്ട് അതിൻ്റെ വെള്ളമയൊക്കെ ഒന്ന് കളഞ്ഞ് ജസ്റ്റ് ഒന്ന് ആവി കയറ്റി വരുമ്പോൾ നമുക്ക് ഉള്ളിത്തണ്ടിൽ ഇടാം. നല്ല ടേസ്റ്റാണ്, അതുപോലെ ഗുണവുമാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഉള്ളിത്തണ്ടിടാം. അപ്പോൾ ആദ്യം അരപ്പിട്ടു, അത് കഴിഞ്ഞ് ഞാൻ ഉള്ളിത്തണ്ട് ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടു കേട്ടോ. വെള്ളം ഒട്ടും ചേർക്കണ്ട, ഇതിനകത്ത് തന്നെ വെള്ളമയമുണ്ട്. ചെറിയ തീയിൽ നമുക്ക് അടച്ചിട്ട് വേവിക്കാം. ഓക്കെ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം. അപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞ് ഞാനൊന്ന് ഇളക്കിയിടാമെന്ന് വിചാരിച്ചു. നമ്മൾ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല, പടിക്ക് പിടിക്കാതെ ഒന്ന് ഇളക്കിയിടാമെന്ന് വിചാരിച്ചു. അടിക്കൊന്നും പിടിച്ചിട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ 2 മുട്ടയോ 3 മുട്ടയൊക്കെ ഇതിനകത്ത് പൊട്ടിച്ച് ചേർക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് മുട്ടത്തോരൻ. മുട്ടത്തോരൻ വെച്ചിട്ടില്ല, അതുപോലെ നല്ല ടേസ്റ്റാണ്. വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അതുപോലെ വളരെയധികം ഗുണവും ഒരു വെറൈറ്റി തോരനാണിത്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കാം. ഞാൻ ഈ ചെറിയ ഉള്ളി ഞാൻ ചെടിച്ചട്ടിയിലൊക്കെ നട്ടതിൻ്റെ തണ്ടെടുത്ത് നല്ല ടേസ്റ്റാണ്. അതിട്ട് മുട്ട പൊരിക്കാൻ. ഈ ഉള്ളിത്തണ്ട് ഞാൻ ഒത്തിരി അങ്ങ് ചെയ്തിട്ടില്ലെങ്കിലും ഒരു 3-4 തണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിനുവേണ്ടി നമ്മൾ മെനക്കെട്ടൊക്കെ ഇറങ്ങുവാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനായിട്ട് ഇറങ്ങണം കൃഷിയിൽ. പക്ഷെ ചെറിയ ഉള്ളി ഒന്ന് മുളപ്പിച്ച് നോക്കുകയാണ്, എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാം. ഭയങ്കര ടേസ്റ്റാണ്. മുട്ടയ്ക്കൊക്കെ ഏത് ഇതിനകത്ത് ഇടാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്നും ഇടുന്നു വരട്ടെ. അപ്പോൾ നമ്മുടെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ തോരൻ ഇതാ റെഡിയായി കഴിഞ്ഞു. കണ്ടോ, സൂപ്പർ തോരൻ. ഇനി നമുക്കൊന്ന് സെർവ് ചെയ്യാം. ഓക്കെ, ഹായ് ഡിയേഴ്സ്, അപ്പം നമ്മുടെ ഉള്ളിത്തൊണ്ട തോരൻ ഇതാ റെഡിയായിരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയും വളരെ ഈസിയുമായിട്ടുള്ളൊരു തോരനാണ്. ഒരു വെറൈറ്റിയാണ്. എപ്പോഴും ഉള്ളിത്തണ്ട് കിട്ടുമ്പോഴൊക്കെ ഇതുപോലെ ചെയ്യുക. പിന്നെ വളരെ സന്തോഷ വാർത്തയുണ്ട്, നമ്മുടെ ചാനൽ മോണിറ്റൈസായി. കഴിഞ്ഞ സെപ്റ്റംബറിലേ ആയി. ഞാൻ കുറച്ചുകൂടെയൊക്കെ ഒന്ന് സ്റ്റെപ്പുകൾ മുമ്പോട്ട് പോകട്ടെ എന്ന് വിചാരിച്ചാണ് റിവീൽ ചെയ്യാതിരുന്നത്. ദൈവത്തിൻ്റെ കൃപയാൽ 8 മാസമൊക്കെ ആയപ്പോൾ തന്നെ നമ്മുടെ ചാനൽ മോണിറ്റൈസായി കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ടാണ് അത്രത്തോളം നടത്തിയത്. ഇനിയിപ്പം ബാക്കി നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് പൈസയൊക്കെ അക്കൗണ്ടിൽ വരട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്കുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ആൾ.